കാണിക്കുന്നത്? ഞാനൊരാണ് തന്നെ. എന്നെ കൂടെ ഒന്ന് പ്രേമിച്ചാൽ എന്താ? സേതുവിന്റെ കയ്യിൽ മാലിന്യ പിടിച്ചെന്നോ? മാലിന്യയുടെ കയ്യിൽ സേതു പിടിച്ചെന്നാ? ഓ മൈ ഗോഡ്, മൈ പുവർ മെമ്മറി പവർ. താങ്ക് യു. സാർ, തേർഡ് ഇയർ BSc പഠിക്കുന്ന രവിയോട് വരാൻ പറയൂ. തേർഡ് ഇയർ BA ക്ലാസ്സിലെ സേതുവാണ് സാർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ് യെസ് യെസ്, കറക്റ്റ്, യു ആർ കറക്റ്റ്. വരാൻ പറയൂ. ശരി സാർ. ഒരു മാസത്തേക്ക് തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. Get out! അന്ന് രഹസ്യമായിട്ടല്ലേ പിടിച്ചത്, ഇന്ന് പരസ്യമായിട്ട് ഒറ്റ നടക്കരുത്. എല്ലാത്തിനും ഞാൻ കാച്ചിക്കളയും. അടുത്തേക്ക് വരരുത്. പരസ്യമായിട്ട് ഇവിടെ നിന്ന് ചുംബിച്ചിട്ട് ഞാൻ വിട്ടേക്കാം. അനിൽ, വരരുത്. ഞാൻ കൈവിട്. ജീവൻ നാശമുണ്ടെങ്കിൽ നീ പോയിക്കോ. സേതു, കളിക്കരുത്. അത്ര സഹിക്കുന്നില്ലെങ്കിൽ നീ കണ്ണുവത്ത്. അതിനുള്ളിൽ ഞാൻ എന്റെ ആഗ്രഹം സഹായിച്ചോളാം. കൃഷ്ണ, അയ്യപ്പ, അയ്യോ എന്നെ കൊന്നേ, ആരോ എന്നെ കൊന്നേ. അയ്യോ ദ്രോഹിയതാ. അയ്യോ നാളെ കൊണ്ട് ക്ലാസ് തീരുകയാണ്. അടിച്ചും പിടിച്ചും കിടന്നപ്പോ ഒന്നും അറിഞ്ഞില്ല. പക്ഷെ പിരിയുമ്പോഴാണ് പ്രയാസം. ഞാൻ നാളെ ക്ലാസ്സിലോട്ടേ വരുന്നില്ല. അത് പറ്റില്ല. എല്ലാവരോടും യാത്ര പറയണ്ടേ? അതല്ലേ പ്രയാസം. അത് നിനക്ക് മാത്രമല്ലല്ലോ. പ്രായത്തിലും പരിചയത്തിലും നിങ്ങളിൽ നിന്നും
വളരെ മേലെയാണ് ഞാൻ. പക്ഷേ ഇങ്ങനെ ഒരു പ്രതിസന്ധി തരണം ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കൂ. ദൈവം സഹായിച്ചാൽ നമുക്ക് വീണ്ടും എവിടെയെങ്കിലും വെച്ച് കാണാം. ഈ അവസരത്തിൽ ഒരേ ഒരാൾ മാത്രം വന്നിട്ടില്ല. ആ സുഹൃത്തിനോടും വാടാ, വാ. എല്ലാവരെയും വേദനിപ്പിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും പെൺകുട്ടികളെ. നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. മാലിനി എന്റെ സഹോദരിയാണ്. എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ ആ കുട്ടിയോട് ക്ഷമ ചോദിക്കുന്നു. അനിൽ, ഞാൻ സേതു, അനിൽ, വാ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? വീട്ടിൽ ചോദിക്കാനും പറയാൻ ആളുണ്ട്. അപ്പോഴേക്കും ദേഷ്യം വന്നല്ലോ. പിണങ്ങിയോ? ബസ് പുറപ്പെടാറായി. ഇനി എന്നാ കാണുക? അറിയില്ല. ഞാൻ വീട്ടിൽ വരാം. എന്താ, വിശ്വാസമില്ലേ? കോളേജ് അടയ്ക്കുമ്പോ ഇതുപോലെ വാഗ്ദാനങ്ങളും കൊടുത്ത് പിരിയാറുണ്ട്. പക്ഷേ ഇതിന് വ്യത്യാസമുണ്ട്. ബസ് നമ്പർ A436 അങ്കമാലി ചാലക്കുടി തൃശൂർ വഴി പാലക്കാട്ടേക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ ഞാൻ പോട്ടെ. 10:35 പുറപ്പെടുന്നതാണ്. എന്നെ മറക്കരുത്.